കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ ഒരു സ്വാപ്പ് ഡീലിന് ഒരുങ്ങുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വൈകുന്നേരമാണ് സോഹൻ ബോർഡർ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഒരു സ്വാപ്പ് ഡീലിന് ഒരുങ്ങുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാനിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ സൂപ്പർ താരമായ ദീപക് തങ്കരിയെ ബ്ലാസ്റ്റേഴ്സ് നൽകാനുമാണ് ഇപ്പോൾ സ്വാപ്പ് ഡീലിലൂടെ ഇരു ടീമുകളും ഉദ്ദേശിക്കുന്നതെന്നാണ് സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും പ്രീതം കോട്ടാലിന് 2026 വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. എന്നാൽ താരത്തിന്റെ കരാർ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിലേക്ക് അദ്ദേഹത്തെ കൊടുക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതെന്നാണ് സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ 2026 വരെ ദീപക് താങ്കരിക്കും മോഹൻ ബഗാനുമായി കരാറുണ്ട്. എന്നാൽ മോഹൻ ബഗാൻ അദ്ദേഹത്തിന്റെ കരാറും ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നൽകാൻ തയ്യാറാണെന്നാണ് സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇപ്പോൾ ദീപക് തങ്കരി ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായി കഴിഞ്ഞു എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ധാരാളമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു 95% ഉറപ്പിച്ച് പറയാം ദീപക് താങ്കരി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. എന്തായാലും പ്രീതം കോട്ടാൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് തിരിച്ചു പോകുമെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ദീപക് തങ്കരിയെ സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകതയേറിയൊരു കാര്യം ജീക്സൺ സിംഗിൻ്റെ പകരക്കാരനായാണ് ദീപക് തങ്കരിയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്.